ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ തനൂസ് ആൻഡ് മൈ മോം. അപ്പോൾ ഇന്ന് ഒരു ലോങ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഞാനിപ്പോൾ ഉള്ളത് എൻ്റെ അമ്മേൻ്റെ ഇളയമ്മേൻ്റെ വീട്ടിലാണ്. ഞാൻ അമ്മമ്മ എന്നാണ് വിളിക്കാറ്. അമ്മമ്മേൻ്റെ വീട്ടിൽ കുറച്ച് ചെടി വാങ്ങാൻ വന്നതാണ് കേട്ടോ നമ്മൾ. അപ്പം ഈ ചെടികളൊക്കെ കണ്ടപ്പം നിങ്ങൾക്കും കൂടി ഞാൻ കാണിച്ചു തരാം. കാരണം 10-70 വയസ്സായിട്ടും ഇത്രയും കാര്യങ്ങളൊക്കെ ഈ ചെടികളൊക്കെ നട്ട് വളർത്തി പരിപാലിച്ച് വരുന്ന അമ്മമ്മ, അതൊരു ഭയങ്കര വലിയ കാര്യമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ നിങ്ങളെയും കൂടി കാണിക്കാം. ഏതൊക്കെ ചെടിയാണ് ഉള്ളത് കാര്യങ്ങളൊക്കെയാണ് ഈ വീഡിയോയിൽ കൂടി പറയുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, ഞാൻ ഫസ്റ്റ് യൂട്യൂബ് വീഡിയോ ചെയ്തത് അമ്മമ്മേൻ്റെ വീടും അമ്മമ്മ നട്ടു വളർത്തിയ ചെടികളും പച്ചക്കറികളായിട്ട് ഒരു കുഞ്ഞു വീഡിയോ ആണ് കേട്ടോ യൂട്യൂബിൽ ഫസ്റ്റായിട്ട് ഇട്ടത്. അപ്പോൾ അതേ വീഡിയോ അതും 3 വർഷത്തിന് മുന്നേ ആണ് ഇട്ടത്. ഇപ്പോൾ 3 വർഷം കഴിഞ്ഞിട്ടാണ് വരുന്നത്. അപ്പോൾ ഈ റോഡും കാര്യങ്ങളൊക്കെ പുതിയതായി വന്നതാണ് കേട്ടോ. റോഡല്ലേ, റോഡ് പുതിയതായിട്ട് വന്നതാണ്. കഴിഞ്ഞ വർഷം ഞാൻ നെറ്റ് വർക്കിൽ ആൾക്കാരെ കൂട്ടിക്കൊണ്ടുവന്നിട്ട് കുറേ ചെടി ഇങ്ങനെ വെച്ചിട്ട് അത് കുറേ വിറ്റിട്ടുണ്ടായിന്. പിന്നെ ഇക്കൊല്ലും അത് അതേപോലെ തുടങ്ങിയിട്ട് കുറേ നാൾ പൂച്ചട്ടി ഉണ്ടാക്കി ഇപ്പോഴും അതുപോലെ തുടങ്ങിയിട്ട് ഞാൻ ഇപ്പോൾ ഒരു 2-3 ആഴ്ചയായി. ആരും ബോർഡ് ഉണ്ടായിനി അത് നായി നശിപ്പിച്ചിട്ട് ഇപ്പോൾ പുതുതായിട്ട് തുടങ്ങിയതാണ്. 2-3 ആഴ്ചയായി തുടങ്ങിയിട്ട് ആൾക്കാർ വരുന്നത് കൊണ്ട് അപ്പോൾ ചെടി വേറെ എടുക്കുന്ന കൊണ്ടുവന്നിട്ട് നട്ടിട്ട് അത് ചട്ടിയിൽ വളങ്ങളെല്ലാം പിന്നെ ഇട്ടിട്ട് ഉണ്ടാക്കിയിട്ട് അവർ വേറെ ഒന്നും ചെയ്യണ്ട, എല്ലാം കണ്ടീഷനാക്കിയിട്ട് കൊടുക്കലാന്ന്. ചെടിയായിട്ട് കൊണ്ടുപോയി വേണ്ടു. അതിന് കണക്കായത് ഞാൻ ചില്ലറ എന്തെങ്കിലും വാങ്ങിയിട്ട് അങ്ങനെ ഒപ്പിച്ച് പോലാന്ന്. അപ്പോൾ നമുക്ക് എല്ലാം ചെടിയിൽ കാണാം അല്ലേ. അപ്പോൾ ഈ ചെടികളൊക്കെ അമ്മ വാങ്ങിയതാണ് കേട്ടോ. ഈ നിരക്കെ വെച്ചിട്ടുള്ള ചെടികളൊക്കെ റോസിൻ്റെ ചെടികളാണ്. ഇതേ ബട്ടർ റോസും അങ്ങനെ കുറേ റോസ്, ഒരു 5 തരം റോസാ ചെടി തന്നെ അമ്മ വാങ്ങിയിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാനും വാങ്ങി ബോഗൻ വില്ലാസ് കുറച്ച് ചെടികൾ ഞാനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ചെടികൾ ഇതിൽ കണ്ടത് ഏതെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. ഞാൻ ഇപ്പം കരുവള്ളൂർ, പയ്യന്നൂർ ആ ഏരിയയിലുള്ളവരാണെങ്കിൽ എങ്ങനെയെങ്കിലും അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റും, എത്തിച്ചു കൊടുക്കാൻ പറ്റും. ചെടികളെല്ലാം കൊടുക്കാൻ തുടങ്ങി. പിന്നെ കൊടുക്കാൻ തുടങ്ങിയിട്ട് ഒരു 3-4 വർഷമായി. പക്ഷെ ഈ പച്ചക്കറികളെല്ലാം ഇഷ്ടം എനിക്ക് പണ്ടേ ഇല്ലതാന്ന്. കുറേ എത്ര വയസ്സായി എത്ര കൊല്ലായി എന്ന് പറയാൻ കഴിയില്ല. ഈ വർഷം പച്ചക്കറിയുടെ വർഷമാകുമ്പം എനിക്ക് എന്ത് സൂക്കേടായാലും എനിക്കിത് തുടങ്ങാണ്ടിരിക്കാനാവില്ല. പല സൂക്കേടുണ്ട്, പക്ഷെ എന്നാലും ഇത് തുടങ്ങാണ്ടിരിക്കാൻ എനിക്കാവില്ല. എല്ലാവരും പറയുന്നു ഇത് വേണ്ട, കഴിയാത്ത പണി എടുക്കേണ്ടെന്ന്. പക്ഷെ എന്നാലും എനിക്കിതാവില്ല. കഴിയുന്നില്ലെങ്കിലും ഞാനിത് രാവിലെ എണീച്ചിട്ട് ഇവരോട് സ്നേഹത്തോടെ വർത്താനം പറയലും അതിന് വെള്ളം കൊടുക്കലും അത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിക്കലും രാവിലെ ചായ. മനസ്സിനൊരു സുഖം, സമാധാനം. അന്നേരം ഒന്നും ഓർക്കണ്ട. അതിനിടയിൽ എല്ലാം മറന്ന് ചെയ്യുന്ന സന്തോഷകരമായ ഒരു സംഗതിയാണ് ഇത് ഇന്നൊന്നും തുടങ്ങിയതല്ല, പണ്ടേ തുടങ്ങിയതാണ്. പക്ഷെ ഇങ്ങനെ വിൽക്കുന്നത് ഇപ്പം കുറച്ച് നാളായിട്ട് വിൽക്കുന്നത്. അപ്പം പയ്യന്നൂര് പിന്നെ ഈ കരുവള്ളൂര് ഇത് കണ്ടിട്ട് എല്ലാരും പിന്നെ വണ്ടിയും കൊണ്ട് പോകുന്ന റോഡാണ്. അപ്പൊ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ ഏതെങ്കിലും ചെടി വേണമെങ്കിൽ ഇതിന്റെ അടിയിൽ കമന്റ് ഇട്ടാൽ മതി അല്ലേ. വലിയ പരിപാടി ഇല്ലെങ്കിലും അത്യാവശ്യം കൊണ്ടുപോയാലും മാത്രമേ പിന്നെ എനിക്ക് തിരിച്ചിട്ട് ആദ്യം മേടിച്ച് കൊണ്ടുവയ്ക്കാൻ പറ്റുള്ളൂ. അപ്പൊ കൊണ്ടുപോയാലും ഞാൻ ഏത് ആവശ്യക്കാർക്ക് എന്ത് സംഗതിയാണെന്നുണ്ടെങ്കിലും ഞാൻ വാങ്ങിക്കൊടുക്കാൻ തയ്യാറാണ്. അമ്മമ്മ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന ഒരു പരിപാടിയാണ്. പറഞ്ഞാൽ എന്റെ ജീവനെ കാട്ടി എന്റെ അത്രയും സൂക്കേട് എനിക്കുണ്ട്. എന്റെ ജീവനെ കാട്ടി ഞാൻ ആദ്യം ഉറങ്ങിണിച്ചാൽ ഗേറ്റ് തുറന്നാൽ ഇതിനെ തൊടാതെ എനിക്കൊരു പരിപാടിയില്ല. അതാണ് എന്റെ ജീവിതം. അപ്പോൾ ഞാൻ കുറച്ച് ചെടിയെല്ലാം കാണിച്ചു തരാം ഇടയിൽ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടാൽ മതി കേട്ടോ. അമ്മ കുഞ്ഞാപ്പൂവിന് കളിക്കാൻ വേണ്ടിയിട്ട് കുറേ സ്ഥലം കണ്ടപ്പം ഓടി നടന്ന് കളിക്കുകയാണ് അവൾക്ക് ഭയങ്കര സന്തോഷമായി. ഓരോ ചെടികൾ ഇങ്ങനെ പോയിട്ട് കാണാത്തപ്പോൾ അത് പിടിച്ച് ചീന്തി കളയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തൊട്ടിട്ട് അവൾ എൻജോയ് ചെയ്ത് കളിക്കുന്നുണ്ട് കേട്ടോ. ഇതേ ഈ കാണുന്ന കുപ്പി കണ്ടോ, കുപ്പിക്കൊക്കെ പെയിൻ്റ് അടിച്ച് വെച്ചത് അമ്മമ്മയാണ് കേട്ടോ. ഈ വയസ്സിൽ ഇതൊക്കെ ചെയ്യുമെന്ന് പറയുമ്പോൾ ഭയങ്കര അത്ഭുതം തന്നെ അല്ലേ, നോക്കിയേ. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിലുള്ള വിശേഷങ്ങൾ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ. ബൈ.